ഈ മാസം 14-ന് പുലർച്ചെ കോഴിക്കോട് മൂഴിക്കലിലുണ്ടായ ഇരട്ട മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ദുരൂഹത തുടരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി കിണറ്റിൽ നിന്ന് കണ്ടെടുത്ത 3 ഫോണുകളെ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തുടരുകയാണ്. ഇതിൽ നസ്രീനയുടെ ഫോണിൽ നിന്ന് 14-ന് പുലർച്ചെ 1:30-നും 2-നുമിടയിൽ നല്ലളത്തെ ഒരു യുവാവിന് സന്ദേശം അയച്ചതായി കണ്ടെത്തി. അദ്നാനെ അറിയാമോ എന്ന ചോദ്യമാണ് നല്ലളത്ത് ബൈക്ക് വാടകയ്ക്ക് നൽകുന്ന യുവാവിന്റെ ഫോണിലുള്ള ആദ്യ സന്ദേശം. അറിയാം എന്ന മറുപടിക്ക് അദ്നാൻ പണം തരാനില്ലേ എന്നാണ് മറുചോദ്യം. ഉണ്ട് എന്ന മറുപടിക്ക് പണം ഇനി കിട്ടില്ല, അദ്നാൻ മരിച്ചു എന്നാണ് സന്ദേശം നൽകിയിരിക്കുന്നത്. എങ്ങനെ മരിച്ചു, എന്താണ് സംഭവം എന്ന യുവാവിന്റെ മറുചോദ്യങ്ങൾക്ക് വ്യക്തിപരമായ കാരണമാണെന്നും കുടുംബ പ്രശ്നമാണെന്നും മറ്റുമാണ് മറുപടി നൽകിയത്. ഇതോടെ സന്ദേശം അയച്ച ഫോണിലേക്ക് വിളിച്ചെങ്കിലും ആരും എടുത്തില്ലെന്നാണ് യുവാവ് പോലീസിന് നൽകിയ മൊഴി. അദ്നാൻ ദിവസങ്ങൾക്ക് മുൻപ് നല്ലളത്തെ യുവാവിൽ നിന്ന് വാടകയ്ക്ക് ബൈക്ക് എടുത്തിരുന്നതായും അത് തിരിച്ചു നൽകിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. നസ്രീന മരിച്ചതിന് ശേഷം അദ്നാൻ യുവാവിന് അയച്ചതാകാം നസ്രീനയുടെ ഫോണിലെ സന്ദേശങ്ങൾ എന്നാണ് നിഗമനം. അദ്നാൻ ഉപയോഗിക്കുന്ന ഭാഷാ രീതിയിലാണ് സന്ദേശങ്ങൾ എന്നതിനാലാണ് ഈ സംശയം. കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുവരികയാണ്. കിണറ്റിൽ നിന്ന് അഗ്നിരക്ഷാ സേനയിലെ ഉദ്യോഗസ്ഥർ വീണ്ടെടുത്ത 3 ഫോണിൽ 2 എണ്ണം ഓണാകുന്നുണ്ട്. അദ്നാന്റേത് എന്ന് കരുതുന്ന ഫോണിലെ സിം മാറ്റിയ നിലയിലായിരുന്നു. ഈ ഫോണുകളുടെ സൈബർ പരിശോധന തുടരുകയാണ്. 14-ന് പുലർച്ചെ 1-നും 4:30-ക്കുമിടയിൽ ഈസ്റ്റ് മൂഴിക്കൽ പുതംകുഴി മിത്തൽ വീടിന്റെ മുകൾ നിലയിലെ 2 മുറികളിലായി സഹോദരിമാരുടെ മക്കളായ നസ്രീനയെയും അദ്നാനെയും മരിച്ചതായി കണ്ടെത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. കേസിൽ അന്വേഷണം തുടരുകയാണ്. കേരള പ്രണാമ ന്യൂസ്, കോഴിക്കോട്.